ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന് പേരിട്ടിരിക്കുന്നത് നിക്ലോസ് ഇക്വിറ്റി സ്നൈപ്പർ ഡാഷ്ബോർഡ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഓപ്ഷൻസിൻ്റെ സ്നൈപ്പർ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്കാൽപ്പിങ്ങിന് വേണ്ടിയാണ്, അതായത് ഇക്വിറ്റി സ്റ്റോക്സുകൾ സ്കാൽപ്പിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിസ്ക്ലൈമർ വരുന്നുണ്ട്. അതായത് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനും അല്ല ടെക്നിക്കൽ അനാലിസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ചൂസ് ഫയൽ ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സ്കാനർ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലാണിത്. ആ ഫയൽ ഞാൻ ജസ്റ്റ് ഇന്നത്തെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ സ്കാനറിൽ കഴിഞ്ഞ ദിവസത്തെ വോളിയം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്സുകളുടെ വോളിയം നോക്കും. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള 10 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്സുകൾ ഉണ്ടാവും. ഈ സ്കാനറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ സ്കാനർ വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യും. അതായത് ഈ സ്റ്റോക്കുകളിൽ ബെസ്റ്റ് ആയിട്ടുള്ള 10 സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മളോട് ജസ്റ്റ് ഇവിടെ ഓട്ടോ സ്കാൻ കൊടുക്കാം. ഈ 10 സ്റ്റോക്സുകൾ വരും. അപ്പോൾ ഈ സ്റ്റോക്സുകൾ മാറത്തില്ല. ത്രൂ ഔട്ട് ദ ഡേ ഈ ഒരു സ്റ്റോക്സുകൾ തന്നെയായിരിക്കും. അതുപോലെ ലെവൽസും അപ്പർ ലെവലും ലോവർ ലെവലും ഉണ്ട്. ആ ലെവൽസും മാറത്തില്ല. അപ്പോൾ നമുക്കിത് ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. അതാണ് ഈ ഒരു സ്കാനറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ഓരോ സ്റ്റോക്സുകളായിട്ട് നോക്കാം. ഇപ്പോൾ PFC നോക്കാം. അപ്പോൾ ഇവിടെ ടോപ്പിൽ നമുക്ക് 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 15 മിനിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 15 മിനിറ്റ് യൂസ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് സെൽ സിഗ്നൽ വന്നു. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യാം. ബൈ വരുമ്പോൾ ബൈ ചെയ്യുക, സെല്ല് വരുമ്പോൾ വീണ്ടും സെല്ല് ചെയ്യുക. ഉണ്ടോ? ഇപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്കാൽപ്പിംഗ് പോലെ. ഇപ്പോൾ വൺ സൈഡ് നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ PFCയിൽ നമുക്ക് സെല്ല് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കിവിടെ സെല്ല് ചെയ്താലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. ഉണ്ടോ? ഹിറ്റ് ചെയ്താൽ തന്നെ ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. ഇനി കോൺകോർ നോക്കാം. ഇപ്പോൾ കോൺകോർ നമുക്ക് ഇവിടെയാണ് ബൈ വന്നിരിക്കുന്നത്. ഉണ്ടോ? ഇതാണ് ലെവൽസ്. ആ ലെവൽസിൽ ടച്ച് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ബൈ വന്നു. നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ലൂപ്പിനാണ് അടുത്തത്. ലൂപ്പിന് ആ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാത്ത കാരണമാണ് നമുക്ക് സെക്കൻഡിലൊന്നും കിട്ടാത്തത്. പിന്നെ ഫെഡറൽ ബാങ്ക് നമുക്ക് ഇവിടെ ഒരു ബൈ സെക്കൻഡിൽ വന്നു. നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യണം. സെൽ സെറ്റിൽ വന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഫ്രഷ് സെൽ എടുക്കണം. ഉണ്ടോ? താഴേക്ക് വന്നു. യൂണോമിൻ്റെ നോക്കാം. അത് നമുക്ക് ആ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടില്ല. നമ്മുടെ ലെവൽസ് ഇതാണ്. ആ ലെവൽസിൽ ടച്ച് ചെയ്യാത്ത കാരണമുണ്ട് നമുക്ക് സെക്കൻഡിലൊന്നും വന്നിട്ടില്ല. IREDA നോക്കാം. അത് നമുക്കിവിടെ സെൽ സെറ്റിലുണ്ടോ? നമുക്കിവിടെ സെൽ സെറ്റിൽ വന്നു. അത് കണ്ടിന്യൂസ് സെൽ തന്നെ ചെയ്യുന്നു. കണ്ടോ? IES നോക്കാം. അത് നമുക്കിവിടെ ബൈ സെക്കൻഡിൽ വന്നു. കണ്ടോ? അവിടെ നിന്ന് കയറി വീണ്ടും ലെവലിൽ ടച്ച് ചെയ്തു, വീണ്ടും കയറി. HDFC ലൈഫ് നോക്കാം. HDFC ലൈഫ് നമുക്ക് സെൽ തന്നെയാണ്. കണ്ടോ? ഇവിടെ മാത്രം നമുക്കൊരു ബൈ വന്നു. അത് നമുക്കിവിടെ എക്സിറ്റ് ചെയ്തു, സെൽ തന്നെയാണ്. കണ്ടോ? ONGC നമുക്ക് ലെവൽസിൽ ടച്ച് ചെയ്താറുണ്ട്. സെക്കൻഡിലൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത്രയും സ്റ്റോക്സുകളാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. 10 സ്റ്റോക്സിൽ ഡെയിലി 10 സ്റ്റോക്സിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അതായത് കഴിഞ്ഞ ദിവസത്തെ എല്ലാ സ്റ്റോക്സുകളിൽ നിന്ന് ടോപ്പായിട്ടുള്ള 10 വോളിയം സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യും. ആ സ്റ്റോക്സുകളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലെവൽസ് മാർക്ക് ചെയ്യും. ആ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബൈ, താഴെ ക്ലോസ് ചെയ്യുമ്പോൾ സെല്ല്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഡെയിലി ചെറിയ ക്യാപിറ്റൽ ഇക്വിറ്റി സ്റ്റോക്സുകൾ നല്ല രീതിയിൽ സ്കാൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ മോഡിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.